ഹലോ എവറി വൺ വെൽക്കം. ദിസ് ഇസ് നിഷാദ് ഫ്രം ഇംഗ്ലീഷ് വാവ്. നിങ്ങൾ തമ്പനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 3 കാര്യങ്ങൾ: ഡിഡിൻ ഹാവ്, കുഡിൻ ഹാവ്, അതുപോലെ തന്നെ ഷുഡിൻ ഹാവ്. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുക, മിസ്റ്റേക്ക് ഇല്ലാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങളുടെയും ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പാസ്റ്റാണ്. മുൻപത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് എടുക്കാം, ഡിഡിൻ ഹാവ്. ഡിഡിൻ ഹാവ്, അതായത് നിങ്ങൾ ഡിഡിൻ ഹാവ് വെച്ച് പറയുന്ന ഒരു സെൻറ്റൻസിന് എന്തായിരിക്കും അർത്ഥം ഉണ്ടാവുക? ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് വരിക. എന്താണ് അർത്ഥം വരിക? ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഈ വെറും ഡിഡിൻ ഹാവ് എന്ന് നമ്മൾ പറയില്ലല്ലോ, അതിൻ്റെ മുൻപ് ഒരു സബ്ജക്റ്റ് നമ്മൾ വെക്കും അല്ലേ? ഇപ്പോൾ ഐ ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഐ ഡിഡിൻ ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് ഒരു നൗൺ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം ടൈം, സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഐ ഡിഡിൻ ഹാവ് ടൈം, എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഐ ഡിഡിൻ ഹാവ് ടൈം ടു ഗോ ദർ, എനിക്ക് അവിടെ പോകാൻ സമയമുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു മീനിങ് ആണ് ഡിഡിൻ ഹാവ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിന് വരുന്നത്. അപ്പോൾ എന്തുണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ ഡിഡിൻ ഹാവ് എന്നതിന് ശേഷം ആ ഒരു നൗൺ അവിടെ പ്ലേസ് ചെയ്താൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? ഷീ ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. എന്താന്ന് പറഞ്ഞാൽ അവൾക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം ക്ലാസ് എന്നാണ് പറഞ്ഞത്. ഷീ ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ഷീ ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ഡിഡിൻ ഹാവ് വെക്കാം കേട്ടോ. സബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ഒരിക്കലും ഈ ഡിഡിൻ ഹാവ് എന്നുള്ളതിന് മാറ്റമില്ല. അപ്പോൾ വളരെ ഈസിയാണത് മനസ്സിലാക്കാൻ. ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡിൻ ഹാവ് വെക്കുക. അവർക്ക് നല്ലൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പറയാം? അവർക്ക് നല്ലൊരു അവസരം ഉണ്ടായിരുന്നില്ല. ദേ ഡിഡിൻ ഹാവ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ദേ ഡിഡിൻ ഹാവ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അവർക്ക് നല്ലൊരു അവസരം ഉണ്ടായിരുന്നില്ല. വേറൊരു എക്സാമ്പിൾ, ചാൾസിന് കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയാം? ചാൾസിന് കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല. ചാൾസിനല്ലേ. അപ്പോൾ ചാൾസ് ഡിഡിൻ ഹാവ് എന്ത്? ക്ലാസ്. ചാൾസ് ഡിഡിൻ ഹാവ് ക്ലാസ് എപ്പോൾ? ലാസ്റ്റ് വീക്ക്. ചാൾസ് ഡിഡിൻ ഹാവ് ക്ലാസ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഈ ഒന്നാമത്തെ നിങ്ങൾക്ക് മനസ്സിലായോ? ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിൻ ഹാവ്. ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പാസ്റ്റിലെ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് എന്താണ്? അടുത്തത് കുഡിൻ ഹാവ് ആണ്. നമ്മൾ സ്പോക്കണിൽ കുഡിൻ ഹാവ് എന്നാണ് പറയുള്ളൂ കേട്ടോ. സോ കുഡിൻ ഹാവ്. എന്താണ് കുഡിൻ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയില്ലേ? അവിടെ കുഡ് നോട്ട് ഹാവ് ആണ് കേട്ടോ. ഈ കുഡിൻ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഡ് നോട്ട് ഹാവ് ആണ്. അപ്പോൾ കഴിയുമായിരുന്നില്ല, പാസ്റ്റിൽ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് എന്തിനുള്ളത്? ഈ കുഡിൻ ഹാവ് എന്നുള്ളതിനുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കുഡിൻ ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് ഒരു വേർബിൻ്റെ 3ാമത്തെ ഫോം ആയിരിക്കും. നമ്മൾ V3 എന്ന് പറയില്ലേ, വേർബ് 3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഈ കുഡിൻ്റെ ഹാവ് അല്ലെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഷുഡിൻ്റെ ഹാവ് ഇതൊക്കെ പറയുമ്പോൾ വേർബിൻ്റെ 3rd ഫോമാണ് ഉപയോഗിക്കുക. അവിടെ നമ്മൾ ഫസ്റ്റ് ഫോമോ അല്ലെങ്കിൽ സെക്കൻഡ് ഫോമോ അല്ല ഉപയോഗിക്കുക, 3rd ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, എനിക്ക് പഠിക്കാതെ ആൻസർ അറിയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഐ കുഡിൻ ഹാവ്, അറിയാമെന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? നോ എന്നാ പറയാം. അതിൻ്റെ 3rd ഫോം എന്താ? നോൺ. സോ ഇങ്ങനെ പറയാം, ഐ കുഡിൻ ഹാവ് നോൺ. ഐ കുഡിൻ ഹാവ് നോൺ. ഐ കുഡിൻ ഹാവ് നോൺ വാട്ട്? ഐ കുഡിൻ ഹാവ് നോൺ ദി ആൻസേഴ്സ് വിതൗട്ട് സ്റ്റഡിയിങ്. അപ്പോൾ പഠിക്കാതെ എനിക്ക് ആൻസർ അറിയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഞാനത് മനസ്സിലാക്കാനാണ് അതിൻ്റെ ആ മലയാളം ആ രീതിയിൽ പറയുന്നത്. കഴിയുമായിരുന്നില്ല, പാസ്റ്റിൽ കഴിയുമായിരുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ക്യാൻ എന്ന് പറയുന്ന ആ വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? കുഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പോസിബിലിറ്റി, ഒരു പ്രാപ്തിനെയാണ് ഈ വേർഡ് കൊണ്ട് കാണിക്കുന്നത്. ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണല്ലോ കുഡ്. സോ ഐ കുഡിൻ ഹാവ് നോൺ ദി ആൻസേഴ്സ് വിതൗട്ട് സ്റ്റഡിയിങ്. പഠിക്കാതെ എനിക്ക് ഉത്തരം അറിയാൻ സാധിക്കുമായിരുന്നില്ല, കഴിയുമായിരുന്നില്ല. കുഡിൻ ഹാവ് പ്ലസ് 3rd ഫോം ഓഫ് ദ വേർബ്, കഴിയുമായിരുന്നില്ല. ഞാൻ മറ്റു കുറച്ച് എക്സാമ്പിൾസ് പറയാം.
ട്രാഫിക് കാരണം അവർക്ക് നേരത്തെ എത്താൻ കഴിയുമായിരുന്നില്ല എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കട്ടോ, അതായത് അവർക്ക് ആ കാരണം കൊണ്ടാണ് അവർ വൈകിയത് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാഫിക് കാരണം അവർക്ക് നേരത്തെ എത്താൻ കഴിയുമായിരുന്നില്ല എന്ന് നമ്മൾ പറയാണ്. സോ ദേ കുഡിൻ ഹാവ് റീച്ച്ഡ്. കണ്ടോ, ദേ കുഡിൻ ഹാവ് റീച്ച്ഡ്. അവിടെ റീച്ച് എന്നല്ല നമ്മൾ പറയുന്നത്, തേർഡ് ഫോം ഓഫ് ദ വേർബാണ്. സോ അവർക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്തേ പറഞ്ഞു, ദേ കുഡിൻ ഹാവ് റീച്ച്ഡ് ഏർലിയർ ഡ്യൂ ടു the traffic. Okay, so they couldn't have reached earlier due to the traffic. ട്രാഫിക് കാരണം അവർക്ക് നേരത്തെ എത്താൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അവിടെ കഴിയുമായിരുന്നില്ല എന്നുള്ളതിനാണ് couldn't have പ്ലസ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, തേർഡ് ഫോം ഓഫ് ദ വേർബ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. നിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് അടുത്ത സെൻറ്റൻസ്. അപ്പോൾ എനിക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ ഐ കുഡിൻ ഹാവ് ഫിനിഷ്ഡ്. കണ്ടോ, couldn't have finished. I couldn't have finished what? The project. എങ്ങനെ? Without your support. I couldn't have finished the project without your support. So couldn't have plus finished. Not finish, finished. I couldn't have finished the project without your support. ഒരു കാർ ഇല്ലാതെ അവർക്ക് സമയത്തിന് എയർപോർട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല. എങ്ങനെ പറയും? അവർക്കാണ് they couldn't have, they couldn't have reached the airport. They couldn't have reached the airport on time without a car. ഒരു കാർ ഇല്ലാതെ അവർക്ക് എയർപോർട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ സിനിമ കാണാൻ കഴിയുമായിരുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ സിനിമ കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കാം. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇതെങ്ങനെ പറയാം, നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. സോ വി കുഡിൻ ഹാവ്. കണ്ടോ, വി കുഡിൻ ഹാവ് വാച്ച്ഡ് എന്നോ അല്ലെങ്കിൽ സീൻ എന്നോ പറയാം. സോ വി കുഡിൻ ഹാവ് മൂന്നാമത്തെ ഫോമാണ്. സോ വി കുഡിൻ ഹാവ് സീൻ ദ മൂവി. അല്ലേ, നമുക്ക് ആ സിനിമ കാണാൻ കഴിയുമായിരുന്നില്ല. വി കുഡിൻ ഹാവ് സീൻ ദ മൂവി if we didn't book the ticket in advance. We couldn't have seen the movie if we didn't book the ticket in advance. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ സിനിമ കാണാൻ കഴിയുമായിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതാണ് എന്ത്, കഴിയുമായിരുന്നില്ല എന്ന സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു സ്ട്രക്ചർ. couldn't have പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യം എന്താണ്, shouldn't have പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. നേരത്തെ കുഡിൻ ഹാവ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഷുഡിൻ ഹാവ്. അപ്പോൾ ഈ ഷുഡിൻ ഹാവ് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മളൊരു കാര്യം നടക്കാൻ പാടില്ലായിരുന്നു, പാസ്റ്റിൽ ഒരു കാര്യം നമ്മൾ നടക്കാൻ പാടില്ലായിരുന്നു, കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയണം. മുമ്പ് ഒരു കാര്യം അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഷുഡിൻ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക, തേർഡ് ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞ രാത്രി ഇത്രമാത്രം കേക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതൊരു ഖേദപ്രകടനമാണ്. കഴിഞ്ഞ രാത്രി കുറച്ചധികം കേക്ക് കഴിച്ചതിൻ്റെ ഒരു ഖേദം നമ്മൾ ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ കഴിഞ്ഞ രാത്രി ഞാൻ ഇത്രമാത്രം കേക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിൽ അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു പറച്ചിലാണത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഐ ഷുഡിൻ ഹാവ്. അല്ലേ, ഐ ഷുഡിൻ ഹാവ്. പിന്നെ എന്താണ് കഴിക്കുക എന്നുള്ളതിന് ഈറ്റാണ്. എൻ്റെ തേർഡ് ഫോം എന്താ, ഈറ്റൺ. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൺ സോ മച്ച് കേക്ക് ലാസ്റ്റ് നൈറ്റ്. ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൺ സോ മച്ച് കേക്ക് ലാസ്റ്റ് നൈറ്റ്. ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൺ സോ മച്ച് കേക്ക് ലാസ്റ്റ് നൈറ്റ്. ഇപ്പോൾ നിങ്ങൾ ഇരുന്ന് പറയാണ്, അതിൻ്റെ ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ അതിൻ്റെ എന്തോ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം, ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൺ ദാറ്റ് മച്ച് അല്ലെങ്കിൽ സോ മച്ച് കേക്ക് ലാസ്റ്റ് നൈറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ അവനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ നിങ്ങൾ പറയണം. അതായത് നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ പാസ്റ്റിൽ സംസാരിച്ചു. അപ്പോൾ നമ്മളത് പ്രസൻറ്റിൽ പറയണം. അപ്പോൾ നമ്മളെങ്ങനെ പറയാം, വി നമ്മളാണ് അല്ലേ. സോ വി ഷുഡിൻ ഹാവ് സ്പീക്ക്. അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തേർഡ് ഫോം എന്താ, സ്പോക്കൺ ആണ്. സ്പോക്കൺ. സോ വി ഷുഡിൻ ഹാവ് സ്പോക്കൺ ടു ഹിം ദാറ്റ് വേ. ആ രീതിയിൽ അങ്ങനെ നമ്മൾ അവനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. വി ഷുഡൻ ഹാവ് സ്പോക്കൺ ടു ഹിം ദാറ്റ് വേ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഒരു ഖേദപ്രകടനം നടത്തുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? വി ഷുഡൻ ഹാവ് സ്പോക്കൺ ടു ഹിം ദാറ്റ് വേ. നീ നിൻ്റെ മുഴുവൻ പണമൊന്നും ചെലവഴിക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയാ,
നീ നിൻ്റെ മുഴുവൻ പണമൊന്നും ചിലവഴിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരാളോട് പറയണം, ഇപ്പോൾ യു ഷുഡൻ ഹാവ് ചിലവഴിക്കുക എന്നുള്ളത് സ്പെൻഡ് എന്നാ പറയുക. ശ്രദ്ധിക്കണം കേട്ടോ, സ്പെൻഡ് SPEND, പിന്നെ മൂന്നാമത്തെ ഫോമിലേക്ക് പോകുമ്പോൾ T ആണ് വരിക. സോ SPENT. സോ യു ഷുഡൻ ഹാവ് സ്പെൻഡ് all your money. യു ഷുഡൻ ഹാവ് സ്പെൻഡ് all your money. നീ നിൻ്റെ മുഴുവൻ പണമൊന്നും ചിലവഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ അത് ചിലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക ഖേദം നമ്മളിപ്പോൾ പറയാണ്, പ്രസൻറ്റിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. യു ഷുഡൻ ഹാവ് സ്പെൻഡ് all your money. നീ നിൻ്റെ മുഴുവൻ പണമൊന്നും ചിലവഴിക്കാൻ പാടില്ലായിരുന്നു. അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെങ്ങനെ പറയാം? അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരാണ് അല്ലേ, ദേ ഷുഡൻ ഹാവ്. ചെയ്യുക എന്നുള്ളത് എന്താ? ഡു. അതിൻ്റെ തേർഡ് ഫോം എന്താ? ഡൺ. ദേ ഷുഡൻ ഹാവ് ഡൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി എന്തോ ചെയ്തു. ദേ ഷുഡൻ ഹാവ് ഡൺ ലൈക്ക് ദാറ്റ്. അങ്ങനെ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ ഞാൻ പറഞ്ഞ ഡിഡിൻ ഹാവ്. ഡിഡിൻ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഡിഡിൻ ഹാവ് പറഞ്ഞതിന് ശേഷം പിന്നെ പറയണത് ഒരു നൗണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? കുഡിൻ ഹാവ്, കഴിയുമായിരുന്നില്ല. കുഡിൻ ഹാവ് പറഞ്ഞതിന് ശേഷം പറയണത് ഒരു തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പറഞ്ഞതാ ഷുഡിൻ ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? തേർഡ് ഫോം ഓഫ് ദ വേർബ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാനിത് വെച്ചിട്ടുള്ള 3 സെൻറ്റൻസുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1-on-1 മെൻറ്ററിംഗ് ആണ്. നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ട്രെയിനറുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സമയത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കോഴ്സുകളുണ്ട്, വാങ്ങിക്കാവുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. I'll be coming back again with another useful class. Till then, bye everyone.